ഹായ് ഫ്രണ്ട്സ്, ഗ്രിഡ് മെത്തേഡിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഗ്രിഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രയോജനപ്പെടുന്നത് നമ്മൾ ഓർഡർ വർക്കുകൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഓർഡർ വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ റെഫറൻസ് പിക്ചർ പോലെ തന്നെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്പാണ് ഈ ഡ്രോയിങ് ഗ്രിഡ് മേക്കർ. അപ്പോൾ ഈ ആപ്പ് വഴി ചെയ്യുന്ന ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ ഗ്രിഡുകൾ ഇട്ടതിന് ശേഷം അതേ ഗ്രിഡുകൾ നമ്മൾ ഒരു ബ്ലാങ്ക് പേപ്പർ വരയ്ക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ആപ്പിൽ നിന്നുള്ള ഫോട്ടോ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പേപ്പറിലേക്ക് നോക്കി പകർത്തുന്നു. ആ രീതിയാണ് ഗ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മളൊക്കെ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് തന്നെ ഗ്രിഡ് മെത്തേഡ് പ്രചാരത്തിലുണ്ട്. ആ സമയത്ത് നമ്മളൊരു വേറൊരു പേപ്പറിൽ ഇതുപോലെ കളങ്ങൾ വരച്ചിട്ട് അത് നോക്കിയിട്ട് വരയ്ക്കുന്ന രീതിയായിരുന്നു. അപ്പോൾ ഈ ആപ്പ് വന്നതോടെ നമുക്ക് ഫോണിൽ നിന്ന് നോക്കി വരയ്ക്കാൻ വേണ്ടി നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ റെഫറൻസ് ഇമേജുമായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനുള്ള ചില ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഈ ആപ്പിനെ പറ്റി പരിചയം ഉണ്ടാകും. അപ്പോൾ പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ തുടക്കം മുതൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡ്രോയിങ് ഗ്രിഡ് മേക്കർ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാലറിയിൽ നിന്നുള്ള ഒരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ഒരു ഫോട്ടോ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കുക. അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കുറച്ച് ലൈൻസ് വരും. അപ്പോൾ ഇതിനെയാണ് ഗ്രിഡ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നതിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം നമ്മൾ വരയ്ക്കാൻ എടുക്കുന്ന ഫോട്ടോ അതിൻ്റെ ക്ലാരിറ്റി വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം സൂം ചെയ്ത് വരയ്ക്കുമ്പോൾ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് കാണണമെങ്കിൽ അത്യാവശ്യം ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് HD 4K ക്വാളിറ്റിയുള്ള പിക്ചേഴ്സാണ് നമ്മൾ കൂടുതൽ എടുക്കാൻ ശ്രമിക്കേണ്ടത്. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്ന ഫോട്ടോയ്ക്ക് അധികം ക്ലാരിറ്റി ഇല്ല. പക്ഷേ നിങ്ങൾ ഇതുപോലെ പടങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ HD 4K ക്വാളിറ്റിയുള്ള പിക്ചേഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആണ് നിങ്ങൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്പർ ഓഫ് റോസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് റോസ് സെലക്ട് ചെയ്യാനായി റൈറ്റ് സൈഡിൽ നിന്ന് മൂന്നാമത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് റോസ് എന്ന് വരും. അപ്പോൾ ഞാനിത് ഒരു A3 സൈസ് പേപ്പറിൽ വരയ്ക്കുന്ന ഒരു അളവ് കണക്കാക്കിയാണ് പറയുക. അപ്പോൾ അതിനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്കൊരു 15 റോസ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് 15 റോസ് വന്നു. ഇനി അടുത്തതായിട്ട് കോളംസ്, നമ്പർ ഓഫ് കോളംസ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് കോളംസ് നമുക്കൊരു 11 കോളംസ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഗ്രിഡുകൾ വരും. അപ്പോൾ ഈ ഗ്രിഡുകളിൽ ഈ വരകളുടെ വലിപ്പം ഒരല്പം കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഏറ്റവും മുകളിൽ രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ലൈൻസിൻ്റെ തിക്നെസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു മീഡിയം സൈസ്, അത് 2 തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ലൈൻസിൻ്റെ എല്ലാം തിക്നെസ് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 1 ആക്കാം. പക്ഷേ 2 ആണ് കൂടുതലും കംഫർട്ടബിൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കൂടുതൽ പേർക്കും പറ്റുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ, ഈ ഗ്രിഡുകൾ നമ്മളൊരു പേപ്പറിലോട്ട് നോക്കി വരയ്ക്കുന്ന സമയത്ത് ഗ്രിഡുകളുടെ വലിപ്പ വ്യത്യാസം കൊണ്ട് കുറേയധികം മാറ്റങ്ങൾ സംഭവിക്കും. അതാണ് ഇതിൽ തെറ്റാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മളിതിൽ ഈ സ്ക്വയറുകളാണ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി അവിടെ BW SQ DI LA എന്ന് പറഞ്ഞ 4 ഓപ്ഷനുണ്ട്. അതിൽ SQയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇമേജിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ആ കളങ്ങളെല്ലാം തന്നെ പെർഫെക്റ്റ് സ്ക്വയറായി മാറും. അപ്പോൾ ഈ സ്ക്വയർ ആയതുകൊണ്ട് നമുക്കത് പേപ്പറിൽ വരയ്ക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ സ്ക്വയറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിനുശേഷം അതിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് DI എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ആ DI നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഡയഗണൽ ലൈൻസ് വരും. അപ്പോൾ ഡയഗണൽ ലൈൻസ് വരുന്ന സമയത്ത് നമുക്ക് വരയ്ക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലൈൻസിൻ്റെ തിക്നെസ് അത് 1 ആക്കിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം കാണുന്ന ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പേപ്പറെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഈ കളങ്ങൾക്കൊരു പേരുണ്ടെങ്കിൽ നമുക്ക് ആ പേപ്പറെ അത് നോട്ട് ചെയ്ത് വെക്കാനൊരു ഗുണമുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി LA എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. പക്ഷേ ഈ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളിനി പേപ്പറിലോട്ട് വരയ്ക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഈ ഗ്രിഡുകളും അതിൻ്റെ റെഫറൻസ് ഇമേജുമായിട്ടുള്ള ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്കിതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ ആ കളേഴ്സിൻ്റെ ചിഹ്നമുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ RGB ഒപ്പേസിറ്റി എന്ന് പറയുന്ന 4 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ RGB കളർ വ്യത്യാസപ്പെടുത്തി നിങ്ങൾക്ക് ആ ഗ്രിഡിൻ്റെ കളറ് വ്യത്യാസപ്പെടുത്താം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഗ്രിഡിൻ്റെ കളറ് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള നമുക്ക് കളറുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്കായിട്ടുള്ള ഏരിയാസും കൂടുതൽ നല്ലപോലെ കാണാൻ പറ്റും. ഇനി ഇതേ രീതിയിലാണ് നമ്മൾ പേപ്പറിലോട്ട് ഗ്രിഡുകൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അതിലും വേറൊരു സിമ്പിൾ മെത്തേഡുണ്ട്. നമുക്ക് ഒരു പിക്ചറിൻ്റെ ഒരു പോർട്രേറ്റ് വരയ്ക്കുന്ന സമയത്ത് ഫേസാണ് ഏറ്റവും നല്ലതായിട്ട് കറക്റ്റ് ആകേണ്ടത്. ബാക്കിയുള്ള ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരല്പം വ്യത്യാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ പേപ്പർ വരയ്ക്കുന്ന സമയത്ത് ഈ ഫേസിൻ്റെ ഭാഗം മാത്രം ഗ്രിഡ് വരച്ചാൽ മതി. ബാക്കിയുള്ള ഭാഗത്ത് സാധാരണ സ്ക്വയർ തന്നെ വരച്ചാൽ മതി. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ആദ്യം സ്ക്വയർ മാത്രമുള്ള ഗ്രിഡ് ചെയ്തല്ലോ, അപ്പോൾ അത് സേവ് ചെയ്ത് മറ്റൊരു ഫോൾഡറിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം അതിൽ ഗ്രിഡ് ഇട്ട് ഇതുപോലെ ഡയഗണൽ ഗ്രിഡ് ഇട്ടതിന് ശേഷം സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം വരയ്ക്കുന്ന സമയത്ത് ഡ്രസ്സ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് സാധാരണ സ്ക്വയറിൽ നോക്കി വരയ്ക്കുക. ഫേസ് വരയ്ക്കുന്ന ഭാഗത്ത് മാത്രം നിങ്ങൾ ഈ ഗ്രിഡ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. അതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ വരയ്ക്കുന്ന സമയം മറ്റൊരു പ്രധാന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന പെൻസിലിൻ്റെ യൂസേജ്, പെൻസിലിൻ്റെ ടൈപ്പ്, അതിൻ്റെ യൂസ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഗ്രിഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല പെൻസിലെന്ന് പറഞ്ഞാൽ HB പെൻസിലാണ്. അപ്പോൾ HB പെൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടിപ്പ് ഷാർപ്പ് ആകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഷാർപ്പ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പേപ്പറിൽ ഒരു ലൈൻ ഇട്ട് കഴിയുമ്പോൾ അത് ഇറേസ് ചെയ്ത് കളഞ്ഞാലും ആ ലൈൻ അതുപോലെ തന്നെ കാണും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ച് നമ്മൾ ചെയ്താലോ അല്ലെങ്കിൽ കളർ പെൻസിൽ വെച്ച് ചെയ്താലോ ആ ആദ്യത്തെ ലൈൻ അതുപോലെ തന്നെ കാണും. അതുകൊണ്ട് അതിൻ്റെ എഡ്ജ് ഒരല്പം റൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഗ്രിഡ് വരയിടുന്ന സമയത്ത് അത് നമ്മളൊരല്പം പ്രഷർ കുറച്ച് കൊടുത്ത് മാത്രം വരയ്ക്കാൻ ശ്രദ്ധിക്കുക. കാരണം നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും വരച്ചതിന് ശേഷം നമ്മൾ ഒരു പിക്ചർ വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ നിന്നോ വരയ്ക്കാൻ തുടങ്ങുക. കാരണം ഏറ്റവും ടോപ്പിൽ നിന്നോ വരയ്ക്കാൻ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. വരയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ഔട്ട്ലൈൻ ആദ്യം വരയ്ക്കുക. അതിനുശേഷം ഫേസിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് ഓരോ കളങ്ങളും ചെയ്യുന്നതാണ് ഒരു നല്ല മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഈ ലൈൻസ് നമുക്ക് മായ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇറേസ് ചെയ്യാൻ വേണ്ടി ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഇറേസറാണ്. അപ്പോൾ ഇലക്ട്രിക് ഇറേസർ ആണെങ്കിൽ ആ ലൈൻസ് മാത്രമായിട്ട് നമുക്ക് മായ്ക്കാൻ പറ്റും. സാധാരണ വലിയ റബ്ബറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു വലിയ ഏരിയ തന്നെ അത് മാഞ്ഞു പോകും. പിന്നെ നമ്മൾ നേരത്തെ വരച്ച റെഫറൻസ് ഇമേജും കൂടെ മാഞ്ഞു പോകും, ഔട്ട്ലൈൻ കൂടെ മാഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്കൊരല്പം ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇലക്ട്രിക് ഇറേസർ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഡെർവൻ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇറേസറാണ്. അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് പെട്ടെന്ന് തന്നെ അത് മാഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതി ഉപയോഗിച്ച് വരയ്ക്കുക. അപ്പോൾ ഞാൻ ഈ പിക്ചർ തന്നെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ വരച്ച പിക്ചറുമായിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേപ്പറിൽ ഞാൻ ഗ്രിഡ് ഇട്ടിരിക്കുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത് ബ്രസ്ട്രോ എന്ന കമ്പനിയുടെ 250 GSM അൾട്രാ സ്മൂത്ത് A3 സൈസ് പേപ്പറാണ്. അപ്പോൾ അതിൽ ഗ്രിഡ് ഇടാൻ വേണ്ടി ഒരു എളുപ്പ മാർഗ്ഗം ഞാൻ പറയാം. ഞാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത് സ്റ്റീൽ റൂളാണ്. അപ്പോൾ അതിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ കളങ്ങൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ കളങ്ങളും പെർഫെക്റ്റ് സ്ക്വയറാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം അത് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അളവ് വ്യത്യാസം ഉണ്ടാകാൻ ഇത് കാരണമാകും. മാത്രമല്ല വരയ്ക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം വരയ്ക്കാൻ. ഒരു അല്പം ഡയമെൻഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരയ്ക്കുന്ന എല്ലാ വരകളും മാഞ്ഞു പോകും. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ നിങ്ങൾ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും വരച്ചതിന് ശേഷം നിങ്ങൾ ഔട്ട്ലൈൻ വരയ്ക്കുക. ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഫേസിൻ്റെ ആ ഭാഗത്ത് മാത്രം ഡയഗണൽ ഗ്രിഡ് ഇടുക. അത് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം മുകളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈഡിൽ നിന്നോ നിങ്ങൾ വരയ്ക്കാൻ തുടങ്ങുക.
അപ്പോൾ ഫേസിൻ്റെ ആ ഭാഗം വരയ്ക്കുന്ന സമയത്ത് മാത്രം ഡയഗണൽ ഗ്രിഡ് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ അത് മായ്ക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ കളകൾ മൊത്തം മായ്ക്കുകയാണെങ്കിൽ നമുക്ക് വരയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്ത് മാറിപ്പോയെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വരയ്ക്കുന്ന ആ കളത്തിലെയോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള 2 കളത്തിലെയോ വരകൾ മാത്രം മായ്ക്കുന്ന ഒരു മെത്തേഡ് സ്വീകരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതാണ് അതിൻ്റെ റെഫറൻസ് ഇമേജും ഡ്രോയിങ്ങും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഈ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. പിന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.